നമസ്കാരം. വാക്കുമറുവാക്കിലേക്ക് സ്വാഗതം. കേരളം സാമ്പത്തിക പ്രതിസന്ധിയുടെ തീക്ഷ്ണഘട്ടം അതിജീവിച്ചുവെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചത്. സംസ്ഥാനം ടേക്ക് ഓഫിൻ്റെ പാതയിലാണെന്ന് ഒരു ധനമന്ത്രി തന്നെ ബജറ്റ് പ്രഖ്യാപനത്തിൽ പറയുമ്പോൾ അത് സംസ്ഥാനത്തിന് മുഴുവൻ വളരെയേറെ സന്തോഷവും പ്രതീക്ഷയും ഒക്കെ നൽകുന്നതാണ്. പക്ഷെ എപ്പോഴും ചില കാര്യങ്ങളിൽ വ്യക്തതകൾ വരുത്തേണ്ടതുണ്ട്. ധനമന്ത്രി തന്നെ ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. സ്വാഗതം. തീക്ഷ്ണഘട്ടം അതിജീവിച്ചു എന്നങ്ങ് ഉദ്ദേശിച്ചത് ഈ ബാധ്യതകൾ, പഴയകാല ബാധ്യതകളൊക്കെ ഏകദേശം അല്ലെങ്കിൽ ഏറെക്കുറെ കൊടുത്തു തീർത്തു എന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബാധ്യതകൾ, പഴയകാല ബാധ്യതകളൊക്കെ തീർത്തു എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് ഒരു ജനകീയമായ അല്ലെങ്കിൽ ജനക്ഷേമ സാമൂഹ്യക്ഷേമ പദ്ധതികളൊക്കെ തന്നെ വാരിക്കോരി പ്രഖ്യാപിക്കുന്ന ഒരു ബജറ്റാണ് ഏറെക്കുറെ പ്രതീക്ഷിച്ചത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു വൻകിട പദ്ധതികളുടെ ഒരു പ്രഖ്യാപനങ്ങളോ ഒന്നുമില്ലാതെയുള്ള ഒരു വലിയ ഒരു പ്രഖ്യാപനങ്ങളില്ലാതെ ഒരു സാധാരണ ബജറ്റായി പോയില്ലേ? തീക്ഷ്ണമായ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പണം ഇപ്പോൾ വന്നു എന്നല്ല അർത്ഥം. അന്ന് ദൈനംദിന കാര്യത്തിന് പോലും പണം ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അത് വലിയ തോതിൽ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് കമ്മീഷൻ്റെ തൊട്ടിങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ അറിയാമല്ലോ. അതിൻ്റെ ഒരു കണക്ക് നോക്കിയാൽ അറിയാം. കഴിഞ്ഞ 3 വർഷവും 1,59,000 60,000 കോടി രൂപയ്ക്കടുത്തേ നമുക്ക് ചിലവാക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഈ 3 വർഷം നിങ്ങൾ നോക്കണം, നമ്മുടെ ടാക്സിനകത്ത് 47,000 കോടിയിൽ നിന്നും 81,000 കോടിയിലേക്ക് നമ്മൾ വർദ്ധിച്ചു. 70%. 4 വർഷം കൊണ്ട് വർദ്ധിച്ചിട്ടും നമുക്കെന്താ ഓരോ വർഷവും ചിലവ് 2021-22-ലും 22-23-ലും 23-24-ലും ഒരേ ചിലവേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിനർത്ഥം നമ്മൾ എത്രയോ ഉണ്ടായിക്കൊണ്ട് വന്നാലും അവിടെ കട്ട് ചെയ്ത് അവർ കൊണ്ടുപോവാണ്. ആ തീക്ഷ്ണമായ ഘട്ടത്തിൽ നിന്നും ഈ വർഷം വന്നപ്പോൾ കഴിഞ്ഞ വർഷം 1,59,000 കോടി രൂപ ചിലവാണെങ്കിൽ ഈ വർഷം 1,78,000 കോടിയിലേക്ക് എത്തും. അത്രയും അധികം സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റി. അതിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. ആ തരത്തിലൊരു അവസ്ഥ വന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടി, കുറച്ചുകൂടെ പ്രവർത്തിക്കാൻ സ്ഥലമുണ്ട്. വളരെ മെച്ചമാണ്. ഇഷ്ടം പോലെ ഈ കാര്യങ്ങൾ പ്രഖ്യാപിക്കണം, നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന ക്ഷേമ പെൻഷൻ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അത് അതുപോലെയൊക്കെ ആയിരിക്കുമല്ലോ. ശരിക്കും നമുക്ക് നേരത്തെ കിട്ടുന്നതിനകത്ത് ഈ കട്ടിങ് വന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ വർഷം 1,78,000 പകരം 2,00,000-ലധികം കോടി രൂപ ചിലവാക്കാൻ, 2,10,000 കോടി ചിലവാക്കാൻ പറ്റേണ്ടതാണ്. ആ ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ച് ഇൻക്രീസ് വന്നു. അതിൻ്റെ അർത്ഥം നമുക്ക് എന്തായാലും ശമ്പളം കൊടുക്കാതെയും ദൈനംദിന കാര്യം നടത്താതെയും നിന്നു പോകത്തില്ല, മുന്നോട്ട് പോകും. പക്ഷേ വളരെ അഫ്ലുവൻ്റായിട്ട് എന്ത് ചെയ്യാവുന്ന സ്ഥിതിയിലേക്ക് വന്നു എന്നല്ല. ഞാനത് വളരെ ക്ലിയറാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ദർ ഇസ് എ ഗ്രോത്ത്, ബട്ട് അത് വളരെ വലുതല്ല. പക്ഷേ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇന്ന് നമ്മൾ മാറി. അപ്പോൾ കുറച്ചുകൂടെ പോസിറ്റീവാണ്. പഴയ കടങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കുറേ കടങ്ങൾ അവർ ഇപ്പോൾ യഥാർത്ഥത്തിൽ കിഫ്ബി എടുത്തതിൻ്റെയും പെൻഷൻ കമ്പനി എടുത്തതിൻ്റെ പേരിൽ 12,000 കോടി 2 വർഷം മുമ്പ് വെട്ടിക്കുറച്ച് ഇപ്പോൾ ഈ വർഷവും 4,170 കോടി രൂപ അതിൻ്റെ പേരിൽ കുറയ്ക്കുകയാണ്. 4,000 അങ്ങനെ ഓരോ വർഷവും പിടിക്കുക. പിന്നെ കിഫ്ബിക്ക് കൊടുക്കുന്ന പൈസ, കിഫ്ബിയുടെ കടം, ഇതെല്ലാം കുറയ്ക്കുകയാണ്. കിഫ്ബി മാത്രമല്ല, ഇതുപോലെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ടാക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന തുകയിൽ വലിയൊരു ശതമാനം വെട്ടിക്കുറച്ചു. അതാണ് ഡിവിസീവ് പൂൾ. ഇങ്ങനെ ഓരോ മേഖലയിലുമുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത്. ആ പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇഷ്ടം പോലെ പണം ഉണ്ടായിട്ടെല്ലാം ചെയ്യാവുന്ന തരത്തിലേക്കല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 16-ാം ധനകാര്യ കമ്മീഷനിൽ നമ്മൾ വളരെയേറെ പ്രതീക്ഷ വച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ കൊടുത്ത നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഏറെക്കുറെ അനുകൂല സമീപനം ഉണ്ടാവുകയാണെങ്കിൽ നികുതി വിഹിതവും അല്ലെങ്കിൽ ഗ്രാൻറ്റുകളും ഡെഫിസിറ്റ് ഗ്രാൻറ്റും ഒക്കെ കുഴപ്പമില്ലാതെ തരികയാണെങ്കിൽ അടുത്ത ഒരു അടുത്ത ഒരു 5 വർഷത്തേക്കോ അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ഒരു പുരോഗതിയിലായിരിക്കും. അതാണോ മീൻസ് ഉദ്ദേശിച്ചത്? ടേക്ക് ഓഫിൻ്റെ പാതയിലാണ്. അതെ, ഈ നെക്സ്റ്റ് 16-ാം ധനകാര്യ കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് നമ്മളെ സംബന്ധിച്ച്. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാളും പുറകോട്ട് പോകാനില്ല 15-ാം ധനകാര്യ കമ്മീഷൻ്റെ സാധാരണഗതിയിൽ. കാരണം കേരളത്തിനും വേറെ 1-2 സ്റ്റേറ്റിനുമാണ് ഇങ്ങനെ ഒരു കുറവ് വന്നത്. അപ്പോൾ അത് സ്വാഭാവികമായി നമുക്ക് കിട്ടേണ്ട ജനസംഖ്യാടിസ്ഥാനത്തിലൊന്നും അത്രയും നമ്പർ വരുമെന്നില്ല. എന്നാലും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വന്നാൽ തന്നെ നമുക്ക് 10-12 കോടി രൂപ, 1,000 കോടി 14,000 കോടി രൂപ ഒരു വർഷം അധികം കിട്ടും. ഇപ്പോഴത്തെ സ്ഥിതി തന്നെ 1,000-ന് കിട്ടിയേനെ. അപ്പോൾ അങ്ങോട്ട് വരുമ്പോൾ ആ ഗ്രോത്ത് വരുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് മറ്റു പല കാര്യങ്ങളുണ്ട് നമുക്ക് കിട്ടേണ്ടത്. അതിനകത്തെല്ലാം ഉള്ള വെട്ടിക്കുറവുണ്ട്. അപ്പോൾ അതുമാത്രം പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ശമ്പളം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള വാർത്ത സ്ഥിരമായി വരുമായിരുന്നു. നിങ്ങളും ചിലപ്പോൾ ആ വാർത്ത കാണുകയും കുറച്ച് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടാവും. അത് സ്ഥിതി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വരുന്നു.
നമുക്ക് ഈ വർഷം ഉള്ള ഗ്രോത്ത് തന്നെ അടുത്ത വർഷം അതേപോലെ കുറച്ച് സ്പെൻഡിങ്ങിന് ഗ്രോത്ത് വരും തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതൊരു പോസിറ്റീവ് സൈനാണ്. ഇപ്പം മുന്നോട്ടാണ് പോകുന്നത്, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരും. അതിനൊപ്പമാണ് ബഡ്ജറ്റിൻ്റെ വലിയ പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ എല്ലാവരും ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ ഒരു കാര്യം. അതിനകത്ത് ഞാൻ പറഞ്ഞ് കൃത്യമായിട്ട് ഇനി 3 മാസത്തെ കൊടുത്തു തീർക്കാനുള്ളത് കൊടുത്തു തീർക്കും. അതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ബാക്കിയെല്ലാം ചെയ്യും. ഇന്ന് അതിന് പകരം വലിയൊരു പ്രഖ്യാപനം നടത്തുന്നതിനേക്കാളും കൂടുതൽ അത് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യം നോക്കേണ്ടത്. സർക്കാർ ജീവനക്കാർക്ക് 1-ാം തീയതി മുതലുള്ള അടുത്ത ഒരു DA ഏപ്രിൽ 1 തൊട്ട് പറഞ്ഞു. ഒരു ആൾക്ക് ഒരു 750 മുതൽ 5000 രൂപ വരെ കിട്ടുന്നതാണ് ആ വർധന. അവരെ സംബന്ധിച്ച് അത് നല്ലൊരു കാര്യമാണ്. ഇനിയും ഒത്തിരി കിട്ടാനുണ്ടാവുമെന്ന് വേറെ പറയാം. പക്ഷേ ശമ്പള പരിഷ്കരണ കുടിശ്ശിക, പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ഇതൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ താൽക്കാലിക ജീവനക്കാർക്ക്, ഡെയിലി വേജസ് ജീവനക്കാർക്ക് അവർക്ക് 5% വർധന കൊടുത്തു. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു സെക്ടറിൽ, ആ സെക്ടറിൽ. പക്ഷേ ഹെൽത്തിൻ്റെയും സോഷ്യൽ വെൽഫെയറിൻ്റെ സെക്ടറിൽ നോക്ക്, കേരളത്തിലെ എല്ലാ ജില്ലാ ആശുപത്രികളിലും സ്ട്രോക്ക് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം വന്നു. ഈ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ. എല്ലാ താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും ഡയാലിസിസ് സെൻറ്റർ വന്നു. ഇന്ത്യയിൽ ഒരൊറ്റ സ്റ്റേറ്റിൽ അങ്ങനെ. അപ്പോൾ സോഷ്യൽ വെൽഫെയർ വളരെ പ്രധാനമല്ലേ? നമ്മുടെ സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞാൽ ഈ പണം കൊടുക്കുന്നത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളിലെല്ലാം അതിനൊക്കെ കൂടുതൽ പണം വെച്ചിട്ടുണ്ട്. വന്യമൃഗ മേഖലയിലെ തീരദേശത്തൊക്കെ പുതിയ സ്കീം വെച്ചിട്ടുണ്ട്. പുതിയ ചെറുപ്പക്കാർക്ക് ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്ന മേഖലകൾ GCC, പിന്നെ അതുപോലെ തന്നെ GPU, അതാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഗ്രാഫിക് പ്രോഗ്രാം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള AI യുടെ മേഖലയിലെ വളരെ വലിയ പിന്നെ കളക്റ്റീവായിട്ടുള്ള സംഭവങ്ങളെല്ലാം കൊണ്ടുവരുന്ന മേഖല. ഇതിനൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മിഡിൽ ഇൻകം ഗ്രൂപ്പിന് ബഡ്ജറ്റ് ഹോംസ്. ഇന്ന് കേരളത്തിൽ അങ്ങനൊരു നല്ല പദ്ധതിയില്ല. ലൈഫ് പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ വലിയ ഫ്ലാറ്റ് സിറ്റി വേണോ, 1 കോടി വേണം, 80 ലക്ഷം വേണം, 25-30 ലക്ഷത്തിൻ്റെ വീട് കിട്ടാനുള്ള ഒരു കോപ്പറേറ്റീവ്സ് ഉണ്ടോ? 1 ലക്ഷം വീടെങ്കിലും അടുത്ത 2 വർഷം കൊണ്ട് കേരളത്തിലാകെ ചെയ്യാൻ പറ്റും. അതിന് ഗവൺമെൻറ് ചില സഹായം ചെയ്യും, ഒരു സ്കീമുണ്ടാക്കും. അതൊക്കെ വാസ്തവത്തിൽ ഏറ്റവും വലിയ പദ്ധതികളൊന്നും അതാണ്. അതിൻ്റെ ഗ്രാവിറ്റിയിൽ മനസ്സിലാക്കിയാൽ വേറെ ചില ഇന്നോവേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വേറെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എത്തനോൾ എന്ന് പറഞ്ഞാൽ വിവാദം ഉണ്ടാക്കുന്ന എത്തനോൾ കാര്യത്തിനല്ല. 6000-7000 കോടി രൂപയുടെ എത്തനോൾ വേണം അടുത്ത 2 വർഷം 3 വർഷം കഴിയുമ്പം കേരളത്തിൽ മാത്രം പെട്രോളിൽ ചേർക്കാൻ. ഇത് മൊത്തം പുറത്തുനിന്നാണ് വരുന്നത്. അതിന് പകരം അത് ഇവിടെ ഉണ്ടായാലോ? റബ്ബറിൽ നിന്നൊരു വർഷം ഇപ്പോൾ 10000 കോടിയാണ് കിട്ടുന്നത്. 5000 കോടി എത്തനോളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നമ്മുടെ കർഷകർക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. പക്ഷേ കർഷകർ ഇപ്പം ഉണ്ടാക്കുന്ന ഏതെങ്കിലും സാധനത്തിൽ നിന്ന് അത്രയും വില കുറഞ്ഞ എത്തനോൾ കിട്ടില്ല. കാരണം എന്താ? മരച്ചീനിയിൽ നിന്ന് ചാരായം ഉണ്ടാക്കുന്നൊരു കാര്യം നേരത്തെ പറഞ്ഞു തന്നു. പരിശോധിച്ച് നോക്കിയപ്പോൾ 80 രൂപയിൽ കൂടുതലാണ് 1 ലിറ്റർ സ്പിരിറ്റ് ഉണ്ടാക്കാൻ. പുറത്തുനിന്ന് വരുന്നതിന് 60 രൂപയുള്ളൂ. അപ്പോൾ എക്കണോമിക്കലായ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള റിസർച്ചും മറ്റും നടത്താനും ഉൾപ്പെടെ 10 കോടി രൂപ വെച്ചു. ഇതൊക്കെ ഫ്യൂച്ചറിനെ കരുതിയാണ്. ചിലപ്പോൾ നാളെ ഇതങ്ങ് ആവത്തില്ല. ഇപ്പോൾ 1, 2, 3 വർഷം എടുക്കും. കേരളത്തിൽ PhD ചെയ്യുന്ന ആൾക്ക് AICT UGC തുടങ്ങിയതിൻ്റെ മാത്രം ഫണ്ട് കിട്ടുന്ന സ്കോളർഷിപ്പ് ഉള്ളവർ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പരിമിതമായ സ്കോളർഷിപ്പ് കിട്ടുന്നവരുണ്ട്. അല്ലാതുള്ള മുഴുവൻ ചെറുപ്പക്കാർക്കും വിദ്യാർത്ഥികൾക്ക് 10000 രൂപ വെച്ച് സ്കോളർഷിപ്പ് കൊടുക്കാൻ 20 കോടി രൂപ ഈ വർഷം മാറ്റി വെച്ച്. എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആൾക്ക് കിട്ടും. 100 കണക്കിന് 1000 അതിൻ്റെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ വലിയൊരു നമ്പർ ആൾക്ക് കിട്ടും. ഇങ്ങനെ വളരെ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള വളരെ മെച്ചം ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. തനത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ തേടുകയാണല്ലോ ബജറ്റിൽ. തനത് നികുതി വരുമാനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല ബജറ്റിൽ. അങ്ങനെ തന്നെയാണ്. ഈ ഭൂനികുതി വർദ്ധിപ്പിക്കുന്നതിലൂടെ 50% വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് അത് മാത്രമുള്ള വരുമാനം കിട്ടില്ലെന്നാണ്. ഭൂനികുതി എന്ന് പറയുന്നത് 5 രൂപയിൽ നിന്ന് 7 രൂപയാക്കി എന്ന് പറഞ്ഞാൽ മതി. എന്നോട് തന്നെ ഒരു പത്രപ്രവർത്തകർ 2-3 സുഹൃത്തുക്കൾ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ 5 രൂപ പഞ്ചായത്തിൽ ഒരു 6-ന് 5 രൂപയാണ്, അത് 7 രൂപയാക്കി. ഒരു 6 പറഞ്ഞാൽ 2 സെൻറ്റാണ്. അപ്പോൾ 4 6 പറഞ്ഞാൽ 10 സെൻറ്റാണ്. നിങ്ങൾക്ക് 10 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ 20 രൂപയാണ് ഇപ്പോൾ ഒരു വർഷം കൊടുക്കുന്നത്. അത് 30 രൂപയായി. അതൊരു വലിയ വർധനയാണെന്നും അത് കൊടുക്കുന്നതിന് കരുതില്ല എന്ന് തന്നെ എൻ്റെ വിശ്വാസം. പക്ഷേ ഇതിങ്ങനെ പ്രതിപക്ഷം പറയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ നികുതി വരുമാനം വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടില്ല. നികുതി വർദ്ധിപ്പിച്ചിട്ടേ ഇല്ല. തൊടാൻ പറ്റുന്ന തരത്തിൽ അധികം കാര്യങ്ങളില്ല. അതുകൊണ്ടാണ് നികുതി കാലോചിതമായ ഫീസ് വർധനയൊക്കെ വേണമെന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിനിപ്പം മദ്യത്തിന് കൂട്ടാൻ പറ്റുമോ? നേരത്തെ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് പലരും ചോദിച്ചു മദ്യത്തിന് കൂട്ടുമോ? ഞാൻ പറഞ്ഞു സാധാരണഗതി വലിയ കൂട്ടാനുള്ള സാധ്യതയില്ല. കാരണം മദ്യത്തിന് നല്ല വില കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് വില കൂടാത്തൊരു സാധനം മദ്യമാണ്. അതിന് ഫിക്സഡ് പ്രൈസാണല്ലോ. വലിയ വില വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ബാക്കി സാധനത്തിനൊന്നും കൂടുന്ന വന്നിട്ടില്ല. പെട്രോളിനും കൂട്ടാൻ പറ്റില്ല. ഇത് രണ്ടുമേ നമുക്ക് കൂട്ടാൻ വകുപ്പുള്ളൂ കാര്യമായിട്ട്. തനത് നികുതിക്ക് വലിയ രീതിയിലുള്ള വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗം കണ്ടെത്തിയില്ല എങ്കിൽ ഈ ഒരു സാമ്പത്തിക വർഷം നമ്മൾ ഏറെക്കുറെ സേഫ് ആണെന്നാണോ, സ്റ്റേബിൾ ആണെന്നാണോ അർത്ഥം? ഈ വർഷം അത്യാവശ്യം സ്റ്റേബിളായിട്ട് പോകാൻ പറ്റും. അടുത്ത വർഷം പോകാൻ പറ്റും. സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ
ഇനി കൊടുക്കാനുള്ള എല്ലാ കമ്മിറ്റ്മെൻറ്റും കൊടുക്കാമെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് പോകുന്നതാണ്. പക്ഷേ നികുതി വർദ്ധിപ്പിക്കാതെ വെറുതെ നമുക്ക് നികുതി വർദ്ധിപ്പിക്കാൻ പറ്റില്ല. കിട്ടുന്നതും കൂടെ നോക്കിയിട്ടാണ് എപ്പോഴും നികുതിയുടെ കാര്യങ്ങൾ നമ്മൾ സാധ്യതകൾ നോക്കുന്നത്. അതിനകത്തൊരു പ്രിലിമിനറി ആയിട്ട് നോക്കുമ്പം ഭൂനികുതിക്കല്ലാതെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻകം കിട്ടാവുന്ന രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്ന് നമ്മുടെ ലാൻഡ് വാല്യൂ രജിസ്ട്രേഷൻ ചാർജ് കൂട്ടാൻ വേണ്ടി ഫെയർ വാല്യൂ വർദ്ധിപ്പിക്കും. പക്ഷേ ഫെയർ വാല്യൂ ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഭൂമി കച്ചവടം കുറവല്ലേ എല്ലായിടത്തും. നോക്കിയോ, റിയൽ എസ്റ്റേറ്റ് സത്യത്തിൽ നാട്ടിൻപുറത്തൊക്കെ 10 ഏക്കറോ 5 ഏക്കറോ 2 ഏക്കറോ ഒന്നും ആരും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നില്ല. അതൊരു മൊത്തം ആറ്റിറ്റ്യൂഡിൽ വന്നൊരു വ്യത്യാസമാണ്. ഗ്രാമപ്രദേശങ്ങളിലെ പോപ്പുലേഷൻ്റെ കുറവ് ഇതൊക്കെ ആയിരിക്കാം. അപ്പം പഴയതുപോലെ അങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റില്ല. വെറുതെ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പേരിന് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളുമുണ്ട്. അത് നോക്കിയിട്ടാണ് ഇപ്പോൾ അത് എടുക്കേണ്ടത് തീരുമാനിച്ചത്. ഈ നികുതിയേതര വരുമാനം നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ തനത് മറ്റ് വരുമാന സ്രോതസ്സുകളെ ആശ്രയിക്കുന്ന വലിയ പദ്ധതികളോ പ്രഖ്യാപനങ്ങളോ വലിയ രീതിയിലൊക്കെ ഉണ്ടാകേണ്ടതല്ലേ? കാരണം എപ്പോഴും ഈ കേന്ദ്രത്തെ മാത്രം ആശ്രയിക്കുന്നു എന്നൊരു ആക്ഷേപം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. വലിയ പദ്ധതികൾ ഉണ്ടാവേണ്ടതാണ്. കൂടുതൽ പദ്ധതി ഉണ്ടാവാനാണ് ഇപ്പം വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ ആ ട്രയാങ്കിൾ. അതിനപ്പുറത്തേക്കുള്ളതെന്ന് പറഞ്ഞാൽ 10,000 കോടി രൂപ നിക്ഷേപം വന്ന് സ്ഥാപനങ്ങൾ വന്ന് പോർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി, അതിൻ്റെ ഭാഗമായിട്ട് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, വാല്യൂ ആഡിങ്, എക്സ്പോർട്ട്, ഇങ്ങനെയൊക്കെയുള്ള നടക്കേണ്ടതിന് വലിയൊരു പദ്ധതി തന്നെയാണ് അത് ആലോചിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ നമ്മൾ കേന്ദ്രത്തിനെ നോക്കാതെ നമ്മളങ്ങ് ചെയ്താൽ മതിയെന്ന് പറയാമല്ലോ. ഈ നമ്മുടെ പുരാണത്തിലെ ബാലി സുഗ്രീവൻ്റെയൊക്കെ കഥയുണ്ടല്ലോ. ആര് എന്നാലും നേരെ യുദ്ധത്തിന് ചെന്നാൽ പകുതി ആരോഗ്യം ബാലിക്ക് കിട്ടും എന്ന് പറയുന്ന പോലെ കേരളത്തിൽ എന്തോ ഉണ്ടായാലും പകുതി നമ്മുടെ ബാലിക്ക് കൊണ്ടുപോവാണ്. ഞാൻ വ്യക്തിപരമായി കളിയാക്കുമല്ല, മൊത്തം എത്ര ഉണ്ടായാലും പകുതി യൂണിയനാണ്. യൂണിയനും സ്റ്റേറ്റും എന്നതിൽ തർക്കിക്കാൻ ഞാൻ പറയല്ല. പക്ഷേ ഞാനിപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചതിനകത്ത് 10 രൂപ ടാക്സ് പോയാൽ അതിനകത്ത് 5 രൂപ യൂണിയന് പോവാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് തരത്തില്ല എന്ന് പറയുന്നത് കുറ്റമാണോ? തരണം എന്ന് പറയുന്നതാണ് ന്യായം. അപ്പം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമുക്ക് ഗ്രോത്ത് വേണം. പക്ഷേ അതുമായി ലിങ്ക് ചെയ്യരുത്. കേന്ദ്രം ഏത് സാധനത്തിനും കേന്ദ്രം ഏതിൻ്റെയും 50% അങ്ങോട്ട് പോവുക. പക്ഷേ അതനുസരിച്ച് എല്ലാ സ്റ്റേറ്റിനും കൊടുക്കുന്നതിലൂടെ നമുക്ക് തരണം. ഇതേ നമ്മൾ പറയുന്നുള്ളൂ. ഗ്രാൻറ്റുകൾ, ഡെഫിസിറ്റ് ഗ്രാൻറ്റ് 5 കൊല്ലം മുമ്പേ ഫിനാൻസ് കമ്മീഷൻ 15ാം ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞതാണ് ഇത്രേ 5 കൊല്ലത്തേക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതനുസരിച്ച് എന്തുകൊണ്ട് കേരളം തയ്യാറായിരുന്നില്ല എന്നൊരു ചോദ്യമാണ് അവിടെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവരാവർത്തിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഒരു ക്രൈറ്റീരിയ വെച്ച് നമുക്ക് സാധാരണ ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട പണമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം സെൻട്രൽ ബഡ്ജറ്റ്, യൂണിയൻ ബഡ്ജറ്റ് വന്നതിനന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൻ്റെ ബഡ്ജറ്റിൻ്റെ ഗ്ലാൻസിൻ്റെ ആദ്യ ഇൻട്രൊഡക്ഷൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, ഈ വർഷം ഞങ്ങൾ 25 ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യും, ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യും ആകെയുള്ള വിഭാഗത്തിൽ. അതിൽ 5 ലക്ഷം കോടി രൂപ പുതുതായിട്ടാണ്. കഴിഞ്ഞ വർഷം വരെ കൊടുത്തത് 20 ലക്ഷത്തിന് കൂടെ 5 ലക്ഷം കൂടെ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നേ തന്നെ പറഞ്ഞു, 5 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 3% എന്ന് പറഞ്ഞാൽ 15,000 കോടിയാണ്. ഇനി 2.9 ആയിക്കോട്ടെ, നമുക്ക് 4,000 കോടിക്കപ്പുറം കിട്ടുന്നില്ല. 25 ലക്ഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിങ്ങൾ നോക്കിക്കോളൂ, 25 3 75 ആണല്ലോ, 3% 75,000 കോടിയാണ്. നമുക്കൊരു 37,000 കോടിക്കപ്പുറം കിട്ടുന്നില്ല. ഈ പ്രശ്നമുണ്ട്. എന്നാൽ അതേപോലെ ശതമാനക്കണക്കിൽ മൊത്തം തരാൻ പറ്റില്ല എന്ന് എനിക്കും അറിയാം, നമുക്കെല്ലാം അറിയാം. കാരണം കുറച്ച് ബാക്ക്വേർഡ് നിൽക്കുന്ന സ്റ്റേറ്റിൽ കൊടുക്കണം. പക്ഷേ 75,000 തരേണ്ടതിന് പകരം 45,000 തരാമല്ലോ, അല്ലെ 50,000 തരാമല്ലോ. ഇത് വ്യക്തിപരമായ ഒരു വാദമെന്ന നിലയിൽ ഞാൻ ഉന്നയിക്കുന്നതല്ല, ഞാനൊരു എക്കണോമിക് പ്രിൻസിപ്പിൾ പറഞ്ഞതാണ്. ആ പ്രിൻസിപ്പിൾ എന്നാൽ ഈ 75,000 ഉണ്ടാക്കുമ്പം 1.5 ലക്ഷം കൊടുക്കുന്ന സ്ഥലമുണ്ട്. സ്റ്റേറ്റുകളെ തമ്മിൽ കമ്പയർ ചെയ്യാനും കുറച്ച് കൊടുക്കണ്ട, കുറച്ച് പേർക്ക് കൊടുക്കണമെന്ന് പറയാനല്ല. പക്ഷേ ഇതിനകത്തൊക്കെ ഇക്വിറ്റി പ്രിൻസിപ്പിൾ വേണം, ജസ്റ്റിസ് വേണം. അത് പറയുമ്പോൾ നിങ്ങളെന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയല്ല. നിങ്ങൾ പറഞ്ഞെന്നല്ല ഞാൻ പറഞ്ഞ്, പലപ്പോഴും വരുന്നൊരു ആരോപണം ഇങ്ങനെ ഞാനത് ബാലി സുഗ്രീവൻ എന്നൊക്കെ പറയുന്നതിൻ്റെ കഥ പറഞ്ഞത്. കാരണം എത്ര വന്നാലും 50% അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ വരുമ്പം കുറച്ചുകൂടി ഇക്വിറ്റബിളായിട്ട് ഈ കാര്യം കാണാൻ വേണ്ടി യൂണിയൻ തയ്യാറാവണം. അതൊരു പോസിറ്റീവ് ഹെൽത്തി ഫെഡറൽ ക്യാരക്ടറിൻ്റെ ശക്തിക്ക് വേണ്ടി അത് വേണ്ടതാണ്. പക്ഷേ ഈ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഏറ്റവും കൂടുതൽ കിട്ടിയ കേരളത്തിനെന്നാണ് പറയുന്നത്. ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയ സംസ്ഥാനങ്ങളിലൊന്നും തന്നെയാണ് കേരളം. നമുക്ക് നമ്മളെക്കാളും കൂടുതൽ കിട്ടിയവരുണ്ടാവും. ആ ഡെഫിസിറ്റ് ഗ്രാൻഡ് തന്നിട്ട് അത് നിർത്തിയിട്ട് തന്നെ 2 വർഷമായി. അത് ആദ്യമേ പറഞ്ഞില്ല എത്ര കാലം വരെ ഉണ്ടാകത്തുള്ളൂ എന്ന്. അല്ല, അങ്ങനെ കാലം വരെ ഉണ്ടാവുമെന്ന് വെച്ചിട്ടല്ലല്ലോ. സാധാരണഗതിയിൽ ബാക്കി കാര്യങ്ങളെല്ലാം കൂടെ കട്ട് ചെയ്ത് കളയുമെന്ന് വെച്ചിട്ട്. ഇപ്പോൾ ഇതിന് കിഫ്ബിയുടെ പേര് 12,000 കോടി കുറച്ചില്ലെങ്കിൽ 12,000 കോടി കൊണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമോ? എല്ലാം കിട്ടുന്നത് ബോറോയിങ്
വെട്ടി കുറച്ച് പരിധി വേറെ ജനറലി കുറച്ചില്ലായിരുന്നു ഈ പ്രശ്നം വരുമോ? അങ്ങനെ ഒരു കാര്യം മാത്രമല്ല നമ്മളെ ബാധിക്കുന്നത്, പല കാര്യങ്ങളും പല കണ്ടീഷൻസും നമ്മളെ ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സുപ്രീം കോടതി വരെ പോകേണ്ടി വരുമായിരുന്നില്ല. അപ്പോൾ അങ്ങ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിനിടെ അങ്ങ് പറഞ്ഞതാണ് ഈ നമ്മുടെ മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിച്ചു, പക്ഷേ അത് നമ്മുടെ ആഭ്യന്തര വരുമാനത്തെ അല്ലെങ്കിൽ ആഭ്യന്തര ഉൽപ്പാദനത്തെയുമായി താരതമ്യപ്പെടുത്തുക അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവിടം വരെ എത്തിയിട്ടില്ല, അതിലേക്കുള്ള പാതയിലാണെന്ന് പറയുന്നു. നമ്മളത് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ടെക്നോളജി അറിയാവുന്നവരും ഏത് സബ്ജക്റ്റിലും നമുക്ക് നല്ലതുപോലെ ഹ്യൂമൻ ഇതുണ്ട്. പശ്ചാത്തല സൗകര്യം ഇപ്പോൾ നല്ലതുപോലെ വർദ്ധിച്ചു. അപ്പോൾ പശ്ചാത്തല സൗകര്യം വർദ്ധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നെക്സ്റ്റ് ഇപ്പം പോർട്ട് വന്നു, നല്ല റോഡ് വന്നു, കാസർഗോഡ് നിന്നോ എറണാകുളത്തു നിന്നോ മൂവാറ്റുപുഴയെന്നോ ഇടുക്കിയിൽ നിന്നോ ഒക്കെ ഈ കണക്ടിവിറ്റി വന്നാൽ അതിനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ ഈ പശ്ചാത്തലമായി ബേസിക്കലി നമുക്ക് നല്ല കേപ്പബിളായിട്ടുള്ള ആളുകളുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് കുറച്ചുകൂടി പരിശീലനമൊക്കെ വേണമായിരിക്കും, അതിന് സംശയമില്ല. നല്ല ആളുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റുന്ന അന്തരീക്ഷമുണ്ട്, പശ്ചാത്തലമുണ്ട്. അപ്പോൾ അതിനെ ഇനിയും കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണം. ആ ഡെവലപ്മെൻറ്റ് കുറേ വരുന്നുണ്ട് പല മേഖലകളിലും. ഞാനതിനകത്ത് ബഡ്ജറ്റിലൊരു 3-4 ചെറുപ്പക്കാരുള്ള ആളുകൾ നടത്തുന്ന കമ്പനികളെ പറ്റി പറഞ്ഞു. അതേപോലത്തെ നിരവധി പേരുണ്ട്. ഞാനത് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻറ്റീരിയറായ സ്ഥലങ്ങളിൽ 10, 200, 300 പേരെയൊക്കെ ജോലി ചെയ്യുന്ന ITS റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, പിന്നെ മെഡിക്കൽ ടെക്നോളജി, അതുപോലെ ഫുഡ് പ്രോസസ്സിങ്ങിലൊക്കെ വർക്ക് ചെയ്യുന്ന ചെറുപ്പക്കാരുടെ ആളുകൾ തന്നെ ഇത്രയും ഉണ്ട്. കേരളത്തിൻ്റെ ഇൻറ്റീരിയർ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യാൻ അവർക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ആളുകൾ കേപ്പബിളായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല ഒരു സാധ്യതയുള്ള സ്ഥലമാണ് കേരളം. അതുകൊണ്ടാണ് ചില റീജിയണൽ എക്സാമ്പിൾസ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഫ്യൂച്ചറിൽ ആ പശ്ചാത്തലം ഇത്തരം ഡെവലപ്മെൻറ്റ് ഫ്യൂച്ചറിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ സഹായിക്കും. ഈ കിഫ്ബിയുടെ പെൻഷൻ കമ്പനിയുടെ ബാധ്യത പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയതാണല്ലോ, കേന്ദ്രം പൊതുകടത്തിൽ ഉൾപ്പെടുത്തിയതാണല്ലോ നമ്മുടെ ഈ ഇത്രയേറെ ഒരു ക്രൈസിസിലേക്ക് മാറിയത്. ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെ. അതുകൊണ്ട് ഇപ്പോൾ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ തേടുമ്പോൾ കിഫ്ബിയുടെ തന്നെ പ്രോജക്റ്റുകൾക്ക് പദ്ധതിയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുക, അതല്ലാതെ മറ്റൊരു മാർഗ്ഗം ഇല്ലാത്തത് കൊണ്ടാണോ കിഫ്ബിയെ തന്നെ ആശ്രയിക്കുന്നത്? അല്ലല്ല, കിഫ്ബിയുടെ കൺസെപ്റ്റ് തന്നെ റവന്യൂ ജനറേറ്റിംഗ് ആയ ധാരാളം പദ്ധതികൾ വേണമെന്നുണ്ട്. പക്ഷേ ദീർഘകാലം കൊണ്ട് അടച്ചു തീർക്കുകയും ഇപ്പോൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന മോഡൽസിന്. പക്ഷേ ഏറ്റവും കൂടുതൽ കിഫ്ബിയുടേത് ഈ റോഡും അല്ലെങ്കിൽ സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റലൊക്കെ ആണല്ലോ. ഇതിൽ നിന്ന് എങ്ങനെയാണ് മിസ്റ്റർ റവന്യൂ എല്ലാത്തിൽ നിന്നും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ ടോളിലേക്ക് നമുക്കിപ്പം സ്കൂളിൽ നിന്നും ആശുപത്രിയിൽ നിന്നും ഉടനെ ഉണ്ടാക്കാവുന്നല്ലോ. പക്ഷേ റവന്യൂ ജനറേറ്റ് ചെയ്തില്ലേ ഈ പദ്ധതികൾ നിന്ന് പോകില്ലേ, ഭാവിയിൽ പർട്ടിക്കുലർ സമയം വരെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. കിഫ്ബി ഒരു ബാധ്യതയായി മാറുന്നു എന്ന് തന്നെയാണോ? ബാധ്യതയായി മാറാതെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ. ബാധ്യതയായി മാറുന്നില്ലല്ലോ, അത് നന്നായി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 10,000-ലധികം കോടി രൂപയാണ് കിഫ്ബി ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് ചിലവാക്കിയെങ്കിൽ 22,000-ലധികം കോടി രൂപ ഈ ടൈമിൽ ചിലവാക്കി. അപ്പോൾ അതെല്ലാം കൃത്യമായി മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അതിന് റിട്ടേൺ ഉണ്ടായില്ലെങ്കിൽ ഇത് വലിയ പലിശക്കെടുക്കുന്ന കട ഉൾപ്പെടെയാണല്ലോ. വലിയ പലിശ മീൻസ് കൊമേഴ്ഷ്യലായിട്ടുള്ള ബോറോയിങ് ആണല്ലോ. അത് തിരിച്ചു കൊടുക്കേണ്ടി വരുമ്പോൾ ഒന്നുകിൽ അധികം പ്രൊജക്റ്റുകൾ ഭാവിയിൽ എടുക്കാൻ പറ്റത്തില്ല, സ്റ്റാൻഡ് സ്റ്റില്ലായി പോകും. അതിനാണ് റവന്യൂ ജനറേറ്റിംഗ് ആയ പല മോഡലുകളും നോക്കുന്നത്. അത് കുറേ നടക്കുന്നുണ്ട്. ഇപ്പം IT പാർക്കിലൊക്കെ, ടെക്നോ പാർക്കിലൊക്കെ അങ്ങനത്തെ അവരുടെ സ്കീമുണ്ട്. ഈ അനാവശ്യമായ ചിലവുകൾ ചുരുക്കുന്നതിനുള്ളൊരു നടപടികൾ അത് വളരെ ഗൗരവത്തോടെ ഈ ബജറ്റിൽ വലിയ രീതിയിൽ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഊന്നൽ നൽകിയിട്ടില്ലല്ലോ. വണ്ടി മേടിക്കുന്നത് കുറയ്ക്കും, യാത്ര ചെയ്യുന്നത് തടയും എന്നൊക്കെയുള്ള സാധാരണ പറയുന്ന പോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അത് ഓൾറെഡി ഒരു സർക്കുലറുണ്ട്. 10 ലക്ഷം രൂപയ്ക്ക് മേളുള്ളൊരു വണ്ടി മേടിക്കണമെങ്കിൽ ക്യാബിനറ്റ് വരെ പോകണം സാധാരണ ഒരു സ്റ്റേറ്റിൽ. അതാണ് അത്രയും സ്ട്രിഞ്ചൻ്റായ കാര്യമുണ്ട്. യാത്രയുടെ കാര്യത്തിലൊക്കെ അതുണ്ട്, കോൺഫറൻസിൻ്റെ കാര്യത്തിലുണ്ട്. പക്ഷേ അതിനകത്ത് വളരെ സീരിയസ് ആയ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ എത്രയോ ചിലവ് ചുരുക്കുന്നത് പിടിച്ചു നിർത്തുന്ന നിർമ്മാണ രീതികളുടെ സ്വഭാവത്തെപ്പറ്റി ഒന്ന് നോക്കിയാൽ മതി. അതിൽ 2 ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പല ബിൽഡിങ്ങും ഓവർ ഡിസൈനാണ്. ഷെഡ്യൂൾ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട്. ഒരു വില്ലേജ് ഓഫീസറുടെ ഓഫീസ് മുറിക്ക് ഈ വലിപ്പം വേണ്ട, നമ്മളിരിക്കുന്ന ഈ ഹാളിൻ്റെ വലിപ്പം വേണ്ട, അതിന് ഒരു വലിപ്പമുണ്ട്. കളക്ടറുടെ റൂമിനുണ്ട്, SP-യുടെ റൂമിനുണ്ട്, മന്ത്രിയുടെ റൂമിനുണ്ട്, മുഖ്യമന്ത്രിയുടെ റൂമിനുണ്ട്, സ്റ്റേറ്റ് ഓഫീസർ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതെ പലപ്പോഴും അമിതമായ കൺസ്ട്രക്ഷൻ വരുന്നു. പിന്നെ ഡിസൈൻ ആണെങ്കിൽ പലപ്പോഴും വേണ്ടതിൻ്റെ 4 ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടി. ഇതിൻ്റെ 2 ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്ന് കൊല്ലം കോടതിയുടെ ആദ്യത്തെ പ്ലാൻ 147 കോടിയാണ്. ഇത് കൊല്ലമായതുകൊണ്ട് ഞാൻ അതിനകത്ത് ആ ജില്ലയിൽ ഉള്ളതൊന്നും ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത്രയാണ്. അപ്പം ഞാൻ ഹൈക്കോടതി ചുമതലയുള്ള ജഡ്ജിമാർ അവരോട് ഇപ്പോൾ സംസാരിക്കുമല്ലോ മീറ്റിംഗ്. ഞങ്ങൾ പിന്നെ IIT-യെ കൊണ്ട് ഒന്നുകൂടെ സ്റ്റഡി ചെയ്യിച്ച് സെയിം കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാവുന്നത് ഡിസൈൻ നമ്മുടെ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റുകാരൊക്കെ ആക്കി. ഇപ്പോൾ അത് എത്ര കോടിയിലാണ് ടെൻഡർ ചെയ്ത് പോയെന്നറിയോ? 80-85 കോടിയാണ്, 90 കോടി താഴെയാണ്, 147 കോടി. MLA ക്വാർട്ടേഴ്സിൻ്റെ പമ്പ ബ്ലോക്ക് ഇവിടെ പണിയുന്നു.
ഇതേപോലെ ആദ്യം വന്നത് 20% കുറഞ്ഞു EPC കോൺട്രാക്റ്റ് കൊടുത്തപ്പോൾ. ഞാൻ 2 കാര്യം അതിനകത്ത് എഴുതി വെച്ചു എന്തിനാണെന്ന് വെച്ചാൽ 147 കോടി രൂപ അതിൽ നിന്ന് അത് 90 കോടി ആയെങ്കിൽ 57 കോടി രൂപയാണ്. നിങ്ങളീ പറയുന്ന ബാക്കി ചിലവ് ചുരുക്കൽ എല്ലാം കൂടെ വന്നാലും വിദേശയാത്ര എല്ലാം വന്നാലും അതിൻ്റെ ഒന്നും അടുത്തുപോലും വരില്ല. അപ്പോൾ നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ എവിടെയൊക്കെയാണ്? ഞാൻ ഇനിയും ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു പാലം, സ്ഥലം പറയുന്നില്ല, 47 കോടി രൂപ. ഞാൻ വിചാരിച്ചു 47 കോടി രൂപ പമ്പാനദിക്ക് കുറുകെ പോലും ഇല്ല, പെരിയാറിന് കുറുകെ പോലും. ഞാൻ ആ സ്ഥലം കാണാൻ പോയി. അപ്പോൾ ഒരു കനാലിൻ്റെ പാലമാണ്. അവർക്ക് അതിൻ്റെ റീസൺസ് ഉണ്ട്. ഇതിൻ്റെ ഗ്രേഡിയൻ്റ് കുട്ടനാട്ടിലാണ്. അപ്പോൾ അത് വീണ്ടും നോക്കാൻ വിട്ടേക്കുക. ഇതൊക്കെ എല്ലാം നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇതിനൊരു പൊതു പോളിസി ഉണ്ടാക്കണം എന്നാണ് ഞാൻ ഇന്ന് ബഡ്ജറ്റ് എഴുതിയേക്കുന്നത്. ഇതിനൊരു പോളിസി വേണം, ആ ബന്ധപ്പെട്ട വകുപ്പുകൾ. അതിൽ നിന്ന് തന്നെ എത്ര വ്യത്യാസം വരും? അപ്പോൾ ചിലവ് ചുരുക്കലിൻ്റെ കാര്യം അവർ ടിക്കറ്റ് എടുത്ത് പോയി ഇങ്ങോട്ട് പോയി എന്നുള്ളത് മാത്രമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ബഡ്ജറ്റ് നോക്കുമ്പോൾ ആ 2 ഉദാഹരണങ്ങൾക്ക് അതുകൊണ്ടാണ് സ്പെസിഫിക് ആയിട്ട് എഴുതിയേക്കുന്നത്. മുൻ ബഡ്ജറ്റുകളിൽ ഇപ്പോൾ ഐസക് മിനിസ്ട്രിയുടെ കാലത്ത് മുൻ ബഡ്ജറ്റുകളിൽ ചെലവ് ചുരുക്കലിന് പറഞ്ഞൊരു പ്രധാനമായ ഉണ്ടാവും, ഹെഡിങ് തന്നെ പറയും. അല്ലല്ല, അതെ അദ്ദേഹം ഊന്നൽ നൽകിയിരുന്നത് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന അനർഹരെ കണ്ടെത്തും. അതിൻ്റെ നടപടികൾ ഇപ്പോൾ സ്മൂത്തായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊന്ന് ഈ ജീവനക്കാരുടെയൊക്കെ പുനർവിന്യാസമാണ്. അതിലൂടെ വലിയ രീതിയിൽ തന്നെ ചെലവ് ചുരുക്കാൻ കഴിയുമെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. പ്രായോഗികമായി നടത്തുന്നതിന് പലപ്പോഴും പരിമിതി വരുന്നുണ്ട്. അതിനകത്തൊക്കെ ഈ ഇന്ത്യയിൽ ഇപ്പോൾ ആളെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പുതിയതായിട്ട് പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരൊറ്റ സ്റ്റേറ്റേ ഉള്ളൂ. കഴിഞ്ഞ ഗവൺമെൻറ് 10-30,000 10-20,000 പോസ്റ്റ് ഉണ്ടാക്കി. ഈ ഗവൺമെൻറ് 10-11,000 പോസ്റ്റ് ഉണ്ടാക്കി. പോസ്റ്റ് വേണ്ടി വരും പലപ്പോഴും ആരോഗ്യരംഗത്തും മറ്റതൊക്കെ. പക്ഷേ ഇന്ത്യയിൽ മുഴുവൻ ആളുകളെ വെട്ടിക്കുറയ്ക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നു. ഇനിയും പലപ്പോഴും ഈ പറഞ്ഞ റീസ്ട്രക്ചറിങ്ങിനൊക്കെ പ്രായോഗികമായ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. തുറന്നു പറഞ്ഞാൽ പ്രായോഗികമായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പണ്ടൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു, ആ ഓഫീസ് അവിടെ നിന്ന് പോയി. എങ്ങനെ ആ ഓഫീസ് തുടരും? പല കമ്പൽഷൻ ഞങ്ങൾക്കൊക്കെ വിധേയമായി വേണ്ടി വരും. ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഒരു കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ ഇതെല്ലാം വാരിക്കോരി കൊടുക്കാമെന്ന് പറയണ്ടേ? അവസാനം നിന്ന് പോകുന്നതിനെ പറ്റിയൊന്നും പറയുന്നവർക്ക് ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ. ഇപ്പം മന്ത്രി എന്നല്ലേ കുറച്ചുകൂടെ ലിബറലായിട്ട് അങ്ങ് പറഞ്ഞുകൂടെ? ലിബറലായി പറയണം, പക്ഷേ അതേസമയം ഈ സാധനം നിൽക്കുകയും വേണം. ഇത് രണ്ടും കൂടെ നോക്കുന്ന തരത്തിലേക്കേ പറ്റൂ. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും തോമസ് ഐസക്ക് പറഞ്ഞെന്ന് പറയുന്നത് റീസ്ട്രക്ചറിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെ കാര്യമാണ്. പ്രായോഗികമായ പല ബുദ്ധിമുട്ടുണ്ട്. ഇപ്രാവശ്യം സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന് ഒരു സോഷ്യൽ ഓഡിറ്റ് വേണമെന്ന് പറഞ്ഞാൽ താഴെ പഞ്ചായത്തിലേക്ക് ഈ ലിസ്റ്റ് കൊടുത്താൽ ആരൊക്കെയാണ് മേടിക്കുന്നതെന്ന് അറിയാം. അതിനകത്തൊരു 10-20% ആളുകളും വളരെ അനർഹരായിരിക്കും. അതൊക്കെ സാമൂഹ്യമായിട്ടും കൂടെ ഇടപെടണം. 62 ലക്ഷം പേരുടെ സർക്കാർ ജീവനക്കാരുടെ ചില കാര്യങ്ങൾ അവർ നടപടിയെടുക്കുമെന്ന് പറഞ്ഞില്ല. ആരും മോശപ്പെടുത്താനല്ല, പക്ഷേ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. പ്രതിപക്ഷം പ്രധാനമായും വിമർശിക്കുന്നത് ഈ പ്ലാൻ സൈസ് എന്തുകൊണ്ട് വർദ്ധിപ്പിച്ചില്ല എന്നാണ്. അതിൽ മിനിസ്റ്റർ എന്തോ കള്ളക്കളി കാണിക്കുന്നു. വർദ്ധിപ്പിച്ചു എന്നാണ് ഇപ്രാവശ്യം. പക്ഷെ അപ്പോഴും പഴയ പ്ലാനിൽ വകയിരുത്തിയ തുകകളൊന്നും തന്നെ അതിൻ്റെ പകുതി പോലും വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. പ്ലാൻ കട്ട് ചെയ്യുന്നത് അങ്ങനെ പ്ലാൻ കട്ടിങ് എന്ന് തീരുമാനിച്ചിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ബുദ്ധിമുട്ടിൻ്റെ ഭാഗവും ചിലതിൻ്റെ പ്രയോറിറ്റിയുടെയൊക്കെ കാര്യത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം നമ്മൾ 32,500 കോടി രൂപയായിട്ട് അത് വർദ്ധിച്ചു. 30,000 കോടിയായിരുന്നത് ഏകദേശം 2,500 കോടിയായിട്ട് ഇപ്രാവശ്യം പ്ലാൻ വർദ്ധിച്ചു. 7% വർദ്ധിച്ചു. പൊതുവിൽ പ്ലാനിനകത്ത് അങ്ങോട്ട് ഈ വരുന്ന വർഷവും വലിയ ബുദ്ധിമുട്ട് വരത്തില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് ഞാൻ പറയാം. അതിൻ്റെ ആ കോൺഫിഡൻസ് ഉണ്ട് നമുക്ക്. ഈ 16ാം ധനകാര്യ കമ്മീഷനിൽ വലിയ രീതിയിൽ തന്നെ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ? 16ാം ധനകാര്യ കമ്മീഷൻ കാര്യമായും ന്യായമായും കാര്യങ്ങൾ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അത് പ്രതീക്ഷിക്കുക എന്നുള്ളത് വളരെ അങ്ങേയറ്റം വേണ്ട കാര്യമാണല്ലോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതിനകത്ത് പ്രതിപക്ഷ കക്ഷികളെ എല്ലാ കക്ഷികളെയും ഒരുമിച്ച് മുഖ്യമന്ത്രി തന്നെ സംസാരിച്ച് നമുക്കിങ്ങനെ കേരളത്തിൻ്റെ പൊതു താല്പര്യം വേണം. ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു, UDF പങ്കെടുത്തു, BJPയുടെ ആളുകൾ ഉൾപ്പെടെ കേരളത്തിൻ്റെ സ്പെസിഫിക്കായ കാര്യങ്ങൾ അവർ പോലും പറയാൻ നിർബന്ധിതമായി. കാരണം നമ്മൾ ഇന്ത്യയിലെ ഗവൺമെൻറ്റുകളെയൊക്കെ ഇത്തരം കാര്യങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. ധനകാര്യമന്ത്രിമാർ കോൺക്ലേവ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൻ്റെ ഈ പ്രത്യേക പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അനുകൂലമായ തീരുമാനം വരുമെന്നാണ്. നമുക്ക് അർഹമായത് അനുകൂലം മീൻസ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വല്ലാത്ത കട്ട് വരാതെ പോകുമെന്നാണ് കരുതുന്നത്. ഇത്രയും സമയം വാക്കുമായി സഹകരിച്ചതിന് നന്ദി.